എല്ലാവർക്കും നമസ്കാരം. പൃഥ്വി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ചെമ്മീൻ അല്ലെങ്കിൽ കൊഞ്ച് വെച്ചിട്ടുള്ളൊരു റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ കൊഞ്ച് കുറച്ച് ദിവസം, ഒരു 2-3 ദിവസം മുൻപ് ഞാനൊരു റെസിപ്പി നിങ്ങളെ കാണിച്ചിരുന്നു, മാങ്ങയിട്ട് വെക്കുന്നത്. വളരെ ടേസ്റ്റിയാണത്. പക്ഷെ ആ സമയത്ത് ഞാൻ കുറച്ച് ഈ ചെമ്മീൻ്റെ ചില പ്രശ്നങ്ങൾ പറയാൻ ഞാൻ വിട്ടുപോയി. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. പക്ഷേ എങ്കിലും അപ്പം ഞാൻ വിചാരിച്ചു ഇത് വെച്ച് തന്നെ കൊഞ്ച് വെച്ചിട്ടാണ് ഞാൻ ഇന്നൊരു കറി ഉണ്ടാക്കുന്നത്. അത് തികച്ചും വ്യത്യസ്തമാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും വ്യത്യസ്തമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളെ കാണിക്കാം. ഒപ്പം തന്നെ ഈ ചെമ്മീൻ കഴിച്ചാൽ ചിലർക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്, അലർജി പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അതായത് ഈ സ്കിന്നിൻ്റെ പുറത്തൊക്കെ റാഷസ് പോലെയൊക്കെ വരും. പക്ഷേ നമ്മൾ പത്രത്തിലൊക്കെ കുറച്ച് നാൾ 1-2 മാസം മുമ്പാണെന്ന് തോന്നുന്നു, ഏതോ ഒരു കുട്ടി ഇത് റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിച്ച് എന്തോ പെട്ടെന്ന് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ടായി. അപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, ആൾ മരിച്ചുപോയി എന്നൊക്കെ നമ്മൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ട്. അതുപോലെ ഈ ചെമ്മീൻ കഴിച്ച ചിലർക്ക്, എല്ലാവർക്കും ഇല്ല, ചിലർക്ക് ചില പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്, അലർജി കൊണ്ടാണ്. അപ്പം നമ്മൾ വിചാരിക്കും ഈ അലർജി കൊണ്ട് ഇത്ര വലിയ ജീവനൊക്കെ അപകടം ഉണ്ടാവും. കാരണം എന്ന് വെച്ചാൽ നമ്മളുടെ സ്കിന്നിൻ്റെ പുറത്തൊക്കെ ആണെങ്കിൽ നമുക്കത് എന്തെങ്കിലുമൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും. പക്ഷേ ഉള്ളിലാണെങ്കിലും നമ്മൾ പെട്ടെന്നൊരു മെഡിക്കൽ അറ്റൻഷനൊക്കെ തേടുവാണെങ്കിൽ ഒരു പക്ഷേ മാറ്റാൻ പറ്റുമായിരിക്കും ചിലർക്ക്. കാരണം എന്താ വെച്ചാൽ ഈ നമുക്ക് അലർജി വരുന്നത് ഇൻറ്റേർണൽ ഓർഗൻസിനാണെങ്കിലോ അത് പ്രശ്നമല്ലേ. അപ്പോൾ അങ്ങനെയാണ് കിഡ്നി ഡാമേജും ബ്രീത്തിങ്ങിന്, ലങ്സിന് പ്രശ്നമൊക്കെ വന്നിട്ട് ചിലർക്ക് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് നമ്മൾ അറിയുന്നത്. അപ്പോൾ ആരോഗ്യ പ്രശ്നം എന്തെങ്കിലും ഈ ചെമ്മീൻ്റെ ഉള്ളവർ ഇത് കഴിക്കാതിരിക്കുക തന്നെയാണ് നല്ലത്. അല്ലാതെ നമ്മളിത് കഴിച്ചിട്ടൊരു പ്രശ്നം വരുത്തി വെക്കുന്നതിനേക്കാൾ നല്ലത് കഴിക്കാതിരിക്കുകയല്ലേ. കാര്യം നല്ല ടേസ്റ്റിയാണ്, ഒക്കെ ശരിയാണ്. അതുപോലെ തന്നെ ഇത് നമ്മൾ ക്ലീൻ ചെയ്യുമ്പോഴും വളരെയധികം ശ്രദ്ധിക്കണം. നല്ലപോലെ ക്ലീൻ ചെയ്ത് കിട്ടുന്നുണ്ട് ഇപ്പം. അപ്പോൾ അത് ക്ലീൻ ചെയ്ത് കിട്ടുകയാണെങ്കിലും അത് നമ്മൾ നല്ലതുപോലെ ക്ലീൻ ചെയ്തിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് വേണം കറി വെക്കാനായിട്ട്. ഇതിൻ്റെ ഒരു ബ്ലാക്ക് കളറിലൊരു ത്രെഡ് പോലത്തെ സാധനം ഇതിൻ്റെ മുകളിലായിട്ട് കാണാം. മുകളിലെന്ന് വെച്ചാൽ അതിൻ്റെ ആ സ്കിന്നിൻ്റെയൊക്കെ അടിയിലായിട്ട്. അപ്പോൾ അത് കളയണം എന്നാണ് എല്ലാവരും പറയുന്നത്. അത് ഇപ്പോൾ ഒരുപാട് ക്വാണ്ടിറ്റിയൊക്കെ എടുക്കുന്നവർക്ക് ഇതൊക്കെ കളയാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുണ്ടാവും, സമയവും ഉണ്ടാവില്ല. കുറേ ക്വാണ്ടിറ്റിയൊക്കെ വരുമ്പോൾ എങ്ങനെ ഇതൊക്കെ ഓരോന്ന് എടുത്തിട്ട് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. പക്ഷേ അത് നിശ്ചയമായിട്ടും നമ്മൾ കളഞ്ഞിട്ട് വേണം അത് കറി വയ്ക്കാനായിട്ട്. അതുപോലെ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വേണം. പിന്നെ അലർജി ഉള്ളവരൊന്നും ഇത് കഴിക്കാതിരിക്കുക തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. അതൊക്കെ ഞാൻ പറയണമെന്ന് വിചാരിച്ചതാണ്, അന്ന് പറയാൻ വിട്ടുപോയി. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് നിങ്ങളെ ഈ റെസിപ്പി ഞാൻ കൊണ്ടുവന്നപ്പോഴാണ് നിങ്ങളെ ഈ കാര്യം കൂടി ഒന്ന് ഓർമ്മിപ്പിക്കാം എന്ന് വിചാരിച്ചത്. ചിലർക്ക് ഭയങ്കര പ്രശ്നമാണ് അലർജി. പക്ഷേ വലിയ ജീവനൊന്നും അപകടം പറ്റുന്ന അത്രയും കുഴപ്പമുണ്ടാവില്ല. പക്ഷേ ചിലർക്ക് അത് ഓരോരുത്തരുടെയും ബോഡി നേച്ചർ അനുസരിച്ചിരിക്കുമല്ലോ. ചിലർക്ക് വളരെയേറെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകാം. എനിവേ, നമ്മൾ ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്ന സാധനം നമ്മൾ എന്തായാലും കഴിക്കരുത്. അത് എല്ലാവരും ശ്രദ്ധിക്കണം. പിന്നെ അപ്പം ഞാൻ എങ്ങനെയാണ് ഈ കറി ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇത് ചെമ്മീൻ കൊഞ്ച് കഴിച്ചാൽ പ്രോബ്ലം ഇല്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. വരും. ചെറിയ ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ ഞാൻ ഇഞ്ചി ഒരു കഷ്ണം, വെളുത്തുള്ളി ഒരു വലിയ അല്ലിയാണ് എടുത്തിരിക്കുന്നത്. അത്രയും മതിയെന്ന് വിചാരിച്ചു. ഇത് നല്ലതുപോലെ ചതച്ചെടുക്കണം. ഞാനിത് അരിഞ്ഞല്ല ഇടുന്നത്, ചതച്ചാണ് കറിയിലേക്ക് ചേർക്കുന്നത്. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചു, ഫ്ലെയിം ഓൺ ചെയ്തു, മീഡിയത്തിൽ വെച്ചു, ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഞാനിവിടെ 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ചൂടായി വന്നപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അതിലേക്ക് ഇട്ട് കൊടുത്തു. അടുത്തായിട്ട് പച്ചമുളക് 2 എണ്ണം എടുത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് കട്ട് ചെയ്ത് നെടുകെ പിളർന്ന് അതും ഇട്ട് കൊടുത്ത്
എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ചെറിയ ഉള്ളി നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ചെറിയ ഉള്ളി കൂടുതൽ ചേർത്താലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് നമ്മൾ ആവശ്യത്തിന്, ഇത് ഞാൻ കട്ട് ചെയ്യാതെ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഈ വെളിച്ചെണ്ണയിൽ കിടന്ന് നല്ലതുപോലെ ഒന്ന് വാടി വരണം. അടുത്തതായിട്ട് നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. എല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ മിക്സായി കഴിയുമ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇവിടെ 1 ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ നോക്കിയിട്ട് അപ്പം ചേർത്താൽ മതി. ഈ ഉപ്പിട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ആ ഉള്ളിയിലൊക്കെ ഈ ഉപ്പൊക്കെ ഒന്ന് പിടിച്ച് വരണം. കൊഞ്ച് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നതാണ്. നല്ലപോലെ കഴുകി ക്ലീൻ ചെയ്ത് കിട്ടിയതാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. നല്ലപോലെ കഴുകി എടുത്തു വെച്ചു. ഇത് 200 ഗ്രാമുണ്ട്. ഇത് നമുക്ക് നമ്മുടെ ഉള്ളിയിലേക്ക് ഇട്ട് കൊടുക്കണം. ഉള്ളി നല്ലതുപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇപ്പം. ഇനി ഇതിലേക്ക് നമ്മുടെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ അല്ലെങ്കിൽ കൊഞ്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി വയ്ക്കുക. ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണാണ് ചേർക്കുന്നത്. അത് കഴിഞ്ഞിട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇത് കാശ്മീരി മുളക് പൊടിയാണ്. ഞാനൊരു 1 ടീസ്പൂൺ കറക്റ്റ് ചേർത്തിട്ടുണ്ട്. എരിവൊക്കെ ആവശ്യത്തിന് നമുക്ക് മുളക് പൊടി കൂട്ടുകയോ കുറയ്ക്കുകയോ എന്ത് വേണമെങ്കിലും ആവാം. പിന്നെ കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. അതൊരു 1/4 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. വേണമെങ്കിൽ കൂടുതൽ കുരുമുളക് പൊടി കൂട്ടാം, മുളക് പൊടി കുറയ്ക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കും. ഇപ്പോൾ കൊഞ്ചൊരു ഹാഫ് കുക്ക്ഡൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് അടച്ച് കൊടുക്കാം ഒരു മിനിറ്റ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. അല്പം വെള്ളം ചേർത്താൽ മതിയാവും. ഓൾമോസ്റ്റ് കുക്കായിട്ടുണ്ട് ഇപ്പം. ഈ സമയത്ത് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഒരു 1/4 കപ്പ് വെള്ളം മാത്രമേ ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ഇപ്പോൾ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. എങ്കിലും അതൊന്ന് തിളച്ച് ഒന്ന് അടച്ചു വെച്ചേക്കാം നമുക്ക്. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ അരപ്പ് തയ്യാറാക്കിയെടുക്കണം. ഇവിടെ ഞാനൊരു 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു 2 ഉള്ളി കൂടി, ചെറിയ ഉള്ളി കൂടി ഇതിലേക്ക് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം. ഇത് നല്ലപോലെ ബ്രൗൺ നിറമൊന്നും ആവണ്ട, ചെറിയൊരു ബ്രൗൺ നിറത്തിൽ വറുത്തെടുത്താൽ മതി. അതിനകത്തുള്ള ആ ജലാംശം ഒന്ന് പോകണം, അത്രമാത്രം. എന്നിട്ട് നമുക്കിത് അരച്ചെടുക്കണം. ഇതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് മല്ലിപ്പൊടി കൂടി ചേർക്കണം. ഒരുപാട് ചേർക്കണ്ട, ഒരു 1/2 ടീസ്പൂണോളം ചേർത്താൽ മതി. ഇത് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം മല്ലിപ്പൊടി ചേർത്താൽ മതി. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ പെട്ടെന്ന് ആ മല്ലിപ്പൊടി കരിഞ്ഞു പോകും, അതിൻ്റെ ഒരു കരിഞ്ഞ ടേസ്റ്റ് വരും. അപ്പോൾ അതുകൊണ്ട് ലാസ്റ്റ് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ചേർക്കണം. ഇത് ഗരം മസാലയാണ്, അതും ഒരു 1/4 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ലതുപോലെ അരച്ചെടുക്കണം. ഇത് പുളി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ്, ഒരു ചെറിയ നെല്ലിക്കയുടെ വലിപ്പത്തിൽ. കണ്ടോ, നമ്മുടെ ചെമ്മീൻ ഉള്ളിയും രണ്ടും നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് ഉള്ളി ഉടഞ്ഞു പോയിട്ടുമില്ല, പക്ഷേ കുക്കായിട്ടുണ്ട് രണ്ടും. ഇത്രയും മാത്രം മതി. ഇനിയും ഇതിലേക്ക് കുറച്ച് പുളിവെള്ളം, അതായത് ഒരു ചെറിയ നെല്ലിക്കയുടെ വലിപ്പത്തിൽ പുളിവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നുള്ള നീര് പിഴിഞ്ഞെടുത്ത് അതിതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി ആ പുളിവെള്ളവും കൂടെ കിടന്ന് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരണം. കാരണം ഇതിൻ്റെ ചെമ്മീനിൽ ഈ പുളിയൊക്കെ ഒന്ന് പിടിക്കണമല്ലോ. ഉപ്പും പുളിയൊക്കെ പിടിച്ചാലല്ലേ അതിന് ടേസ്റ്റ് കൂടുള്ളൂ. അപ്പോൾ
അതിന് വേണ്ടിയിട്ട് ഒന്ന് തിളച്ച് വരണം. ആ സമയത്ത് നമ്മൾ അരച്ച് വെച്ച് നല്ല പോലെ അരയണം. ആ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതായത് തേങ്ങ വറുത്തതും മല്ലിപ്പൊടി അത് നല്ലതുപോലെ അരച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. പിന്നെ മിക്സിയുടെ ജാറ് കഴുകി വെള്ളം ഒഴിച്ചു കൊടുത്തു. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രേവി. പക്ഷേ ഇത് ഇപ്പം നമ്മൾ ചട്ടിയിലാണല്ലോ വയ്ക്കുന്നത്, കുറച്ച് ഇരുന്ന് കുറുകും. ഇപ്പോൾ ഇത്രയും അതിൻ്റെ ഗ്രേവി ഉണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഒന്ന് തിളച്ച് വരണം. തിളച്ച് കഴിയുമ്പോൾ ഇത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇതിരുന്ന് ഒന്ന് കുറുകി വരും. അതാണ് അതിൻ്റെ കറക്റ്റ് പാകം. എന്നിട്ട് നമ്മളൊരു പാൻ വെച്ചു. അതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായപ്പോൾ കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോൾ കുറച്ച് ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും വറ്റൽ മുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതൊന്ന് മൂത്ത് കിട്ടണം. അപ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, ഇപ്പം തന്നെ നേരത്തെ നമ്മൾ ഓഫ് ചെയ്തതിനെക്കാട്ടിലും കൂടുതൽ വറ്റിയിട്ടുണ്ട് കറി. കാരണം കുറച്ചും കൂടെ സമയം കഴിയുമ്പോൾ ഇത് നല്ലപോലെ കുറുകി കട്ട പോലെയൊക്കെ ആവും. അതാണ് ഒരു സൈഡ് ഡിഷായിട്ടാണ് നമ്മളിത് കഴിക്കാൻ ഉദ്ദേശിക്കുന്നത്. സ്വാദിഷ്ടമായ കൊഞ്ച് കറി ഇവിടെ റെഡിയാണ് കേട്ടോ. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണം എന്നുള്ള കാര്യം ഞാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. കണ്ട എന്തൊരു രുചികരമായ കറിയാണെന്ന് നോക്ക്. കുറുകും എന്ന് ഞാൻ പറഞ്ഞില്ലേ, അതേപോലെ തന്നെ അതെ നല്ല കുറുകി ചെറിയൊരു ചാറോട് കൂടിയുള്ള കറി റെഡിയായി. എൻ്റെ കൊഞ്ച് വെച്ചിട്ടുള്ള കറി കണ്ടല്ലോ, ചെമ്മീൻ ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ, അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ വേണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യണം. അടുത്തൊരു വിഭവമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.